നമുക്കിന്നൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാവേ. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ മാമ്പഴമല്ല, നമ്മുടെ നാട്ടുമാങ്ങയില്ലേ കുഞ്ഞത്, അത് കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. കാരണം അതിന് നല്ല കുറച്ചുകൂടെ മധുരമുണ്ട്, അതാണ് അതിന് ഏറ്റവും നല്ലത്. പക്ഷെ ഇപ്പം നമുക്ക് ഈ മാമ്പഴം, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എന്തോ ഒരു മാമ്പഴം, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ അത് എന്താ പറയുക മുറിച്ച് വെച്ചിരിക്കുന്നത്. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇടാം. ഇത് വലിയ മാങ്ങ ആയതുകൊണ്ട് ഇത് ചെയ്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനം മാമ്പഴം വേണം. ഇതൊരു 2 ഉള്ളൂ. കുഞ്ഞു മാങ്ങയാണെങ്കിൽ 3-4 എടുക്കാം. ഇത് വലിയ മാമ്പഴമായിട്ടാണ്. പിന്നെ ഇച്ചിരി ഗീ വേണം, സാൾട്ട് വേണം. ഇത് ജാഗരിയാണ്, ഇത് ശർക്കര പൊടിയാണ്. പിന്നെ കുറച്ച് കാട് വേണം, കുറച്ച് ജീരകം വേണം, പിന്നെ ഉലുവ വേണം. ഇത് കടുക് വറുക്കാൻ വേണ്ടി ഉലുവയും പിന്നെ റെഡ് ചില്ലി, പിന്നെ കറി ലീഫ്, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കോക്കനട്ട്, ഒരു പിടി മതി, നല്ലൊരു പിടി കോക്കനട്ട്, പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം. ഇത്രയും സാധനം മതി. ഇത് നമുക്ക് നല്ലപോലെ കൈകൊണ്ട് ഇതിനെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൈകൊണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാവേ. നല്ലപോലെ പഴുത്ത മാങ്ങയാണെങ്കിൽ ഇതാക്കുക, ഇച്ചിരി പഴുപ്പ് കുറവാണ്. നമ്മൾ നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. ഇതിനകത്ത് നല്ലപോലെ ഉടച്ചേ അതിനകത്ത് നമുക്ക് ഒരു ഗ്രീൻ ചില്ലി നമുക്ക് ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി, ഇത് നമുക്ക് ഒരു ശകലം ഇത് ചേർത്ത് നമുക്ക് വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് വേകുന്ന സമയത്ത് നമ്മൾ ജാഗരി ഒരിക്കലും ഇട്ട് കൊടുക്കരുത് ശർക്കര, കാരണം അന്നേരം അത് വേവത്തില്ല. ഇത് ഒന്ന് പകുതി ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കണം, കുറച്ച് മതി, ഇതൊന്ന് അടി പിടിക്കുകയില്ലെങ്കിൽ. നോക്കി കൊടുക്കാം. ഞാൻ മൂടി വെക്കട്ടെ. മൂടി വെച്ച് അത് വേകുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇത് നല്ലൊരു പിടി തേങ്ങയുണ്ട്, നല്ലൊരു പിടി, ഒത്തിരി തേങ്ങ വേണ്ട, ഒരു നല്ലൊരു പിടി മതി. ഇച്ചിരി കൂടുതലുണ്ട്, നല്ലൊരു പിടി തേങ്ങ. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകം, ഇതൊരു നല്ല 2 പിഞ്ച് ജീരകമുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഈ തൈര് നമുക്ക് ഇതിനകത്ത് തന്നെ അരച്ചെടുക്കാവേ ഉടയ്ക്കുന്നതിന് വേണ്ടി. ഇതൊരു 2 നല്ല ടേബിൾ സ്പൂൺ തൈരുണ്ട്. ഇത് തൈര് വേണം പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രേ സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കണേ. അതെ, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ ബാക്കി നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് വെക്കാം. ഇച്ചിരി ശർക്കര ഇച്ചിരി ഏറെ ചേർക്കാമെങ്കിൽ, കാരണം മാമ്പഴത്തിനെ അത്ര വലിയ മധുരമില്ല, ഒരു ഇച്ചിരി പുളി കൂടുതൽ. ഈ ജാഗരി പൗഡറും കൂടെ ചേർക്കാം. നല്ലൊരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ മധുരം ഉണ്ടോ.
ഇതിൻ്റെ നമ്മളൊരു നല്ല ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൂടെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കണം. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ വെന്ത് ഒരു ഇതാകണം, എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടെ ചേർക്കാനായിട്ട്. കുറച്ച് നെയ്യ് ചേർക്കാം. അടി പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാമ്പഴവും ശർക്കര എല്ലാം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. പ്രത്യേകിച്ച് എൻ്റെ പാത്രം സ്റ്റീലിൻ്റെയും കൂടി ആയതുകൊണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ നാട്ടിൽ നല്ല കുഞ്ഞ് നാട്ടുമാങ്ങ ഇല്ലേ, പഴുത്ത, ആ മാങ്ങ ഇതിന് ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ അത് കിട്ടിയില്ല. ഇത് കിട്ടിയതുകൊണ്ട് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് തോന്നിയുകൊണ്ട് നമ്മളിപ്പോൾ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് തടി പിടിക്കും, ശർക്കരയും മാങ്ങായും ഒക്കെ കൂടി ആയതുകൊണ്ട്. ഈ നെയ്യും ശർക്കരയും ഇതും എല്ലാം കൂടെ മാങ്ങായും എല്ലാം കൂടെ നല്ല വെന്ത് നമ്മുടെ പരുവായിട്ട് വരുന്നത്. ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. വെന്ത് ശർക്കര ഇതൊക്കെ ആയിട്ട് നല്ല യോജിച്ച്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഇനി നമ്മൾ ആ തേങ്ങയും ജീരകവും ഇതെല്ലാം കൂടെ നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ചേർക്കാം. ഇതങ്ങനെ ഒത്തിരി അങ്ങ് തിളച്ച് പോവുകയും ചെയ്യരുത്. നമ്മൾ തൈര് ചേർത്തിരിക്കുന്നതുകൊണ്ട് പിരിഞ്ഞു പോകും. പിന്നെ തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ തീ ഓഫ് ചെയ്തേക്കും കേട്ടോ. കാരണം ഇത് ഓൾറെഡി നല്ല തിളച്ചിരിക്കുക. നമ്മൾ ഈ തൈര് ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു സുഗമത്തില്ലല്ലോ. ബാക്കിയുള്ള ജാറിനകത്ത് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർക്കാം. അതിങ്ങനെ ചേർക്കാം. ഈ ഒരു പരുവത്തിൽ നല്ല കുറുകിയിരിക്കണം. ഒത്തിരി വെള്ളവും നീണ്ടു പോകരുത്. ഒരു കാരണവശാലും ഇത് നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തിളക്കരുത് കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ ഈ ശർക്കരയെല്ലാം കൂടെ തിളച്ച് നിൽക്കുമല്ലേ. അപ്പം നമ്മളത് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നല്ലോ. ഒന്ന് ചൂടായാൽ മതി, ഒരിക്കലും തിളച്ച് പോകരുത്. നമുക്ക് ഉപ്പും കൂടെ നോക്കാം. ഇത് കണ്ടില്ലേ, ഓൾറെഡിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങി. കമള വരുമ്പോൾ നമുക്ക് ബബിൾസ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഉപ്പും കൂടെ നോക്കാം. നല്ല പാകത്തിന് പുളിയും പാകത്തിന് ഉപ്പും മധുരവും എല്ലാം കറക്റ്റാണ്. അപ്പം നല്ല കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഇതിൻ്റെ കടുക് പൊട്ടിച്ച് ചേർക്കണം. നമ്മൾ കടുക് പൊട്ടിക്കുന്നത് നമ്മൾ നെയ്ക്കകത്തായിട്ടിരിക്കണം. ഉറപ്പായിട്ട് നമ്മൾ നെയ്യ് തന്നെ പൊട്ടിക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മളെല്ലാം ചെയ്തത് നെയ്ക്കകത്തല്ലേ.
കടുക് ചേർക്കാം. വേണ്ട നല്ലൊരു പിഞ്ചുലുവ. മുളക്, കറിവേപ്പ്, അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. ഒരു പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മളിത് നെയ്യ് ഉപയോഗിച്ചെല്ലാം ചെയ്തിരിക്കുന്നത്, അങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ.